ലൈഫ് ഒരു സൈക്കിൾ മാറിയേക്കണല്ലോ വാസിയ. ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ഒരു വീഡിയോ. ഞാൻ ഈ സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം ഗീസ് എന്നെ സംബന്ധിച്ച് ഗീസ് എനിക്ക് ബ്രൂട്ടലി ആരെങ്കിലും ഇടിക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ് ഗീസ്. അതെ ഗീസ്, കാരണം സിനിമ അങ്ങനെയാണല്ലോ അല്ലേ അതെ എങ്ങനെയാണ് ഓക്കെ. സോ അതുകൊണ്ടായിരിക്കാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകും ഗീസ്. അപ്പോഴാണ് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഗീസ് ഒരു കളം വന്നിട്ട് എൻ്റെ അടുത്ത് ചൊറിഞ്ഞു. എനിക്ക് അറിഞ്ഞ കളം ഞാൻ സിനിമയുടെ എഫക്റ്റ് വെച്ച് എന്നെ ചൊറിയാൻ വന്നതാണെങ്കിൽ എനിക്കറിയില്ല. ഓക്കെ, ഞാൻ കളവരടിക്കാതെ ചിന്താഗതി കൊണ്ടായിരുന്നു കേട്ടോ. സോ നോ വയലൻസ് മീൻസ് ബട്ട് അങ്ങനെയായിരുന്നു ഗൈസ്. ബട്ട് അപ്പോഴാണ് എൻ്റെ ഒരു ഊഷ്മളമായ എൻ്റെ ഒരു ബ്രെയിൻ അവിടെ വർക്ക് ചെയ്ത് ഗൈസ്. ഞാൻ കയറി അടിച്ചാൽ കളവ എൻ്റെ മൂക്കാൻ വേണ്ട ത്രികോണമാക്കുമെന്ന് എനിക്കറിയാം. ഈ ത്രികോണമായ മൂക്കും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നാൽ വീട്ടായിരുന്നു അടിയിട്ടു, മനസ്സിലായില്ല. അപ്പോൾ ആ രണ്ട് സൈഡിലുള്ള വയലൻസ് ഞാനങ്ങ് ഒഴിവാക്കാൻ ശ്രമിച്ചു. അങ്ങനെ നേരെ അങ്ങ് വിട്ടുപോയി ഗൈസ്. ഓക്കെ, അതൊരു റിയാക്റ്റ്. പിന്നെ അതുപോലെ അപ്പുറത്തൊരു തിയേറ്ററിൻ്റെ വെളിയിലുള്ളൊരു കടയിൽ കയറി അടികൂടി അവസരം പറയും ഈ സിനിമ കണ്ടാണ് അടികൂടിയെന്ന് പറയും, മനസ്സിലായില്ലേ. കാരണം അത്രയ്ക്ക് ആ ഒരു ടൈപ്പ് ഓഫ് വിജലമായ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാർ, മനസ്സിലായില്ലേ. സോ അതുകൊണ്ട് ആ ഒരു വയലൻസ് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ ഗൈസ്, ഞാൻ അതിവിടെ പറയാൻ കാരണം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ റിവ്യൂ കാണുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവർ പറഞ്ഞ ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരെയും കൂടി ഇടിക്കണം, എനിക്ക് അങ്ങനെയാണ് മറ്റതാണ് തേങ്ങയാണ് മാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ടിപ്സ് ഓഫ് ആൾക്കാർ കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ. സോ വയലൻസും കൊണ്ട് ഇറങ്ങി അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ സിനിമയിൽ മെസ്സേജ് നോക്കാതെ വന്നിട്ട് വായമ്പളന്നൊക്കെ വന്നിട്ട് കുറേ എണ്ണം വന്നിട്ട് ഷോ കാണിക്കണം. ഗൈസിൽ മോസ്റ്റ് ഓഫ് ആൾക്കാർ ഈ ഒരു മെസ്സേജ് സാധനം അവർ എടുത്തിട്ടില്ല, മനസ്സിലായില്ല. അവർ ഈ തല്ല് മാത്രം അവർ ക്യാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, മനസ്സിലായി. പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കാണാൻ പോകുമ്പോൾ അവർ തേങ്ങ പൊതിക്കുന്ന ഒരു സീൻ നോക്കി വെച്ചേക്കില്ലല്ലോ, മനസ്സിലായില്ലേ. അവർ എൻ്റർടൈൻ മാത്രമായിരിക്കും എടുക്കും. ബട്ട് നമ്മളിപ്പോൾ മെസ്സേജ് സാധനം നമ്മളതിലുണ്ടോ, മനസ്സിലായില്ലേ. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ആൾക്കാർ ഞാൻ പറഞ്ഞ കണക്ക് അത് ഭയങ്കര വയലൻസ് ആയിട്ട് അത് എടുക്കുന്ന ഓരോ ടൈപ്സ് ഉണ്ട് ആൾക്കാർ, മനസ്സിലായില്ലേ. സോ അതാണ് ഈ ഒരു ബ്രൂട്ടലി കാരണം ഈ മാർക്കോ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകും. കാരണം മനസ്സിലായി ഇപ്പോൾ ആൾക്കാർ അത്രയ്ക്ക് ആ ഒരു ക്യാച്ച് ചെയ്തുകൊണ്ടാണ്. ഇതിൽ മെസ്സി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ വസീം എന്നൊരു ക്യാരക്ടർ നമുക്കറിയാം. ഓക്കെ, പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ലൈഫിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫസ്റ്റിൽ പുള്ളിക്കാരൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടുമായിട്ട് പുള്ളിക്കാരൻ നൈസായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പുള്ളിക്കാരൻ ഒരു ഗ്യാങ് സെറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഗ്യാങ് സെറ്റ് ഉണ്ടായതിനു ശേഷം പുള്ളിക്കാരൻ അറിയാലോ, പുള്ളിക്കാരൻ ഒരു അപരാധകനായി മാറി. ഓക്കെ, അപരാധകനായി മാറിയതിനു ശേഷം പുള്ളിക്കാരൻ ചെയ്യുന്ന എല്ലാം ഒരു ടിപ്പിക്കലാണ്. അതിപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് കൂടുമ്പോൾ നമുക്ക് ആ ഒരു തരിപ്പ് കൂടില്ല, ആ ഒരു വെകളിത്തരം കൂടും. ആ വെകളിത്തരം പുള്ളിക്കാരനോട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ശേഷമാണ് പുള്ളിക്കാരൻ ഗൾഫിലോട്ട് പോകണം. ഗൾഫിൽ നിന്ന് പോയിട്ട് പുള്ളിക്കാരൻ വന്നപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു നോർമൽ ചേഞ്ച് ഉണ്ടാവും. പുള്ളിക്കാരൻ്റെ ആ ഒരു വീട്ടുകാരെങ്ങനെയാണ് വളർത്തിയ ആ ഒരു മൈൻഡ് സെറ്റ് പുള്ളിക്കാരനോട് പിന്നെ കുറേ കാര്യ വിവരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് നോക്കി. സോ ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ എന്താണോ ചെയ്താൽ നമ്മൾക്ക് ഫ്യൂച്ചറിൽ വന്ന് അഫക്റ്റ് ചെയ്യും, അത് ഉറപ്പായ ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ. എങ്ങനെയെങ്കിലൊക്കെ വന്നൊക്കെ അഫക്റ്റ് ചെയ്യൂടി. ഇപ്പം നീ ഇപ്പോൾ വന്ന് കൊതുമ്പ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് ഭാവിയിൽ ആ ഒരു കൊതുമ്പ് പൊളിക്കാരനാണ്, അല്ലെങ്കിൽ നിൻ്റെ മക്കളെങ്കിലും പറയും എൻ്റെ അച്ഛൻ ഒരു കൊതുമ്പ് പൊളിക്കാരനാണെന്ന് പറയും, മനസ്സിലായില്ലേ. സോ അഭിമാനം. എന്റെ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഈ സമൂഹത്തിന് എന്ത് സംഭാവന നൽകിയതിന്റെ പേരിലാണ് താങ്കൾ ഇങ്ങനെ കയറി വന്നിരിക്കുന്നത്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇദ്ദേഹത്തെ ഇത്ര ആഘോഷപൂർവ്വം ഇങ്ങോട്ട് വരവേൽക്കുന്നത്? ഗൈസ്, ആസ് എ 2K കിഡ് ഗൈസ്, ഈ ഒരു സീൻ എന്നെ സംബന്ധിച്ച് നല്ലൊരു ഹിറ്റായ ഒരാളാണ്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഗൈസ് ഇതേപോലെ കുറേ കോമാളികളെ പിടിച്ചുകൊണ്ട് പറഞ്ഞ കുറേ ടിപ്സും വിടലകളുണ്ട് ഇപ്പോൾ. കാരണം ഇവന്മാർ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാമിലോ എല്ലാത്തിലൊക്കെ എടുത്ത് വീഡിയോ ഇട്ടിട്ട് അത് ഇത്തിരി വൈറലായ അപ്പോഴേ ഇവന്മാരെ പിടിച്ചുകൊണ്ട് വരുന്നത് നെക്സ്റ്റ് ഡേ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ. കൊണ്ടുവരണൊക്കെ കോമഡിയാണ്. ആനപ്പുറത്ത് കഴുതേനെ ഇരുത്തണക്കാണ് പിടിച്ചുകൊണ്ട് പോകണം. എൻ്റെ പൊന്നോ കുറേ വിടലകൾ കൊണ്ട്, മനസ്സിലായില്ലേ. കുറേ റോക്കറ്റ് വിഷയങ്ങൾ ഇവന്മാരെയും പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഇവന്മാർ എന്തിന് കഴിവുണ്ടെന്ന് ഇവന്മാർക്കോലും ഇറട്ടോ, മനസ്സിലായി. ഇവന്മാർ എന്തൊരു ചെയ്യണമെന്ന് ഇവന്മാർക്കോലും ഇറട്ടോ, മനസ്സിലായി. എല്ലാം നമ്മൾ കാണും, നമുക്കൊന്നും തരും. എന്നിട്ട് ഇവന്മാർ വിളിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഒരു പർപ്പസ് ഉണ്ട്, മനസ്സിലായി. കാരണം ഇവന്മാർക്ക് ചുളിവിന് ഫെയിം ആവും. കാരണം ഒരു ബാഡ് കമൻറ്റ് വീണാലും എന്തെങ്കിലുമൊക്കെ പള്ളി പിടിച്ചാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ആവുമല്ലോ, മനസ്സിലായില്ലേ. അങ്ങനെ ഇവന്മാർ വിളിക്കണം, അല്ലാതെ വേറെ ഇവന്മാരെ സ്നേഹം മൂത്തുന്നത്. പിന്നെ ഒരു ക്വാളിറ്റി പേഴ്സണെ പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് ഒത്തിരി വാല്യൂ ഉണ്ട്, മനസ്സിലായില്ലേ. അവർ കുറേ ഒരു സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഇവന്മാരെ സംബന്ധിച്ചൊന്നുമില്ല, ഇവന്മാർ എവിടെയും വരും, മനസ്സിലായില്ലേ. ആ ഒരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, മനസ്സിലായി. ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് ആലോചിച്ച് നോക്കണേ. കാരണം കുറേ ടിപ്സ് ആൾക്കാരുണ്ട്. ഇപ്പോൾ നല്ല പ്രൊഫഷൻസിലൊക്കെ എടുക്കുന്ന കുറേ ടിപ്സ്, ഡോക്ടേഴ്സും ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. എന്നിട്ടാണ് ഈ കോമാളിത്തരം കാണിക്കുന്ന കുറേ ടിപ്സും ഉണ്ട്. ഗൈസ് കണ്ടാൽ എനിക്ക് ചെറിഞ്ഞു വരും ഗൈസ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുറേ എണ്ണം കൈയടിക്കുന്നതാണ്. എൻ്റെ പൊന്നു എന്തിനു കണ്ടിട്ടാണ് അത് കൈയടിക്കുന്നത് എനിക്കറിയുള്ളൂ. എന്നിട്ട് ആരാധകരെ ശാന്തരാകുമെന്ന്. എനിക്ക് ആ ഡയറക്ടർ ഇത് നൈസായിട്ട് ഊക്കിയതാണ്, മനസ്സിലായില്ലേ. കാരണം ആ പുള്ളിക്കാരൻ ആ ഒരു ലെവൽ ഓഫ് അത് അറിയാം, മനസ്സിലായി. കാരണം ഇങ്ങനത്തെ ടൈപ്സ് ഒരു മെൻറ്റാലിറ്റി ഉള്ള ടീംസ് ഉണ്ട്. ഓക്കെ, ഒരു വെറും ഷോ ഓഫ് ആണ്, മനസ്സിലായി. ഇത് കണ്ട് കുറേ വാണങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി, മനസ്സിലായി. എൻ്റെ പൊന്നോ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നാൽ പിന്നെ ഈ മിക്കത് 90s കിഡാണ്, മനസ്സിലായില്ലേ. ഈ 90s കിഡ്സാണ് ഇവന്മാരൊക്കെയാണ് വന്ന് 2K കിഡിനെ ഉണ്ടാക്കാൻ വരുന്നത്, മനസ്സിലായില്ലേ. അങ്ങനെയാണ് മറ്റതാണ് തേങ്ങയാണ്. ഈ കഥകളി മോറന്മാർ വന്നിട്ട് എൻ്റെ പൊന്നോ എന്തൊരു കവരാതുകൊണ്ടാന്ന് ക്രിയേറ്റ് ചെയ്തിടണം, മനസ്സിലായില്ലേ. ഇവന്മാരൊക്കെ ശല്യമാണ്.
എന്തെങ്കിലുമൊക്കെ. സോ ഇവർക്ക് വ്യൂസ് കിട്ടാൻ മതി, മനസ്സിലായില്ല. ഇവർക്ക് ബാഡ് കമൻറ്റ് വീണാലും ഇവർക്ക് ഒരു കുഴപ്പമില്ല. ഇവരൊരു മൈൻഡ് സെറ്റ് അങ്ങനെയായി. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാർ ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ബാഡായിട്ട് എന്തെങ്കിലും ചെയ്താൽ അയാൾ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ നല്ല കാര്യം ചെയ്താൽ അങ്ങ് മറക്കും. അപ്പോൾ ഇവർക്ക് ആ ഒരു തോട്ടുണ്ട്, മനസ്സിലായില്ലേ. ഈ ചിലർ കോമാളിയായിട്ടും കോമാളിയാവാതെയും ചെയ്യുന്ന കുറേ ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ. കാരണം അവർക്ക് ഒരു മെൻറ്റാലിറ്റി അറിയാം. കാരണം എന്നായാലും അവർ ക്ലിക്കായി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് ആൾക്കാർ മറക്കും എന്നുള്ള ചിന്താഗതിയുണ്ട്, മനസ്സിലായില്ലേ. എൻ്റെ പൊന്നും എന്തായാലും തൊലിക്കെട്ടി സമ്മതിക്കുന്നുണ്ട്, എന്തിനായിട്ട് ഇതൊക്കെ. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് ഇവന്മാരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നാലേ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാർ നമ്മൾ ഇവിടെ മൊത്തം നിറയും, ഈ തായോളികളെ കൊണ്ട് നിറയും. തായോളികൾ സംഘം എന്ന് നമുക്ക് ഇടേണ്ടി വരും, മനസ്സിലായില്ലേ. വസീഫിൻ്റെ കെയർ ഇങ്ങനെ ആവാൻ വസീഫിൻ്റെ ഫ്രണ്ട്സാണ് കാരണം എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. വസീഫിൻ്റെ കെയർ ഓൾറെഡി ഒരു വയലൻസ് ആയ കെയറാണ്. ഓക്കെ, എന്നിട്ട് പുള്ളിക്കാരൻ ഒരു വയലൻസ് ഗ്യാങ്ങിലോട്ട് പോകുമ്പോൾ പുള്ളിക്കാരൻ വയലൻസ് കൂടത്തുള്ളൂ, മനസ്സിലായില്ലേ. പുള്ളിക്കാരൻ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണ്. ഓക്കെ, അതാണ് അവിടെ ഒരു പ്രസൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു വയലൻസ് ടൈപ്പുള്ള പുള്ളിക്കാരൻ പിന്നെ ഒരു ഗ്യാങ്ങിലോട്ട് ചെന്നാൽ പിന്നെ പുള്ളിക്കാരൻ അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ ആവാനാണ് ജസ്റ്റ് തിങ്ക് ചെയ്യടേ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളൊരു കള്ളും കഞ്ചാവ് കുടിക്കുന്ന ഒരു ഗ്രൂപ്പിലോട്ട് പോയാൽ നമ്മളെ വായിൻ്റെ ആരും കൊണ്ട് ഒഴിച്ചല്ലേ, മനസ്സിലായില്ലേ. നമ്മൾ കുടിച്ചാലേ നമ്മൾ അണ്ണാക്കിലോട്ട് ഇറങ്ങിപ്പോകും, മനസ്സിലായില്ലേ. സോ അതുകൊണ്ട് അത് ചിന്തിക്കണം, മനസ്സിലായില്ലേ. സോ ഇപ്പം എന്ത് തീരുമാനം എടുക്കണമെങ്കിലും നീയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു വയലൻസ് ഗ്രൂപ്പിലോട്ട് പോയി അത് അങ്ങനെ ആവാത്ത പല ടൈപ്സ് ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പം നല്ലവനായി പോയി വയലൻസ് ഗ്രൂപ്പിൽ പോയി അതിൽ നിന്ന് കാട്ടി തെമ്മാടിയായി വരുന്ന കുറേ ടൈപ്പ് ഓഫ് വീരന്മാരുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറേ കഥകളി മോരന്മാരുണ്ട്. ഓക്കെ, സോ നമ്മൾ തീരുമാനമില്ല. പിന്നെ അവസാനം കയറി ചെന്നിട്ട് അവസാനം വതളങ്ങിയായിട്ട് വന്നിട്ട് അവസാനം എല്ലാവരും അങ്ങനെ ആക്കി, എന്നെയാണ് എൻ്റെ ഫ്രണ്ട്സാണ് ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിന്താക്കിയതിലുള്ള കുറേ ടീംസ് ഉണ്ട്. ഒരിക്കലും അല്ല, മനസ്സിലായി. അത് മനസ്സിലാക്കണം. ഓക്കെ, സോ നിൻ്റെ ഡിസിഷനാണ് എല്ലാം. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വസീമിൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആവാൻ കാരണം. വസീം വയലൻസിൻ്റെ കൂടെ പോയി വസീം ആ ടൈപ്പ് ഓഫ് വയലൻസിലാക്കി. എന്നിട്ട് പുള്ളിക്കാരൻ ഗൾഫിൽ പോയതിനു ശേഷം പുള്ളിക്കാരൻ ഒരു മാറ്റം ഉണ്ടായി. ഓക്കെ, സോ അപ്പോൾ അവിടെ ഒരു ചിന്ത വേണം, മനസ്സിലല്ലേ. ഇപ്പം ഒരു കൂട്ടുകൂടി നമുക്ക് നശിക്കാനും കഴിയും, കൂട്ടുകൂടി നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് മാറാനും കഴിയും, മനസ്സിലായില്ലേ. സോ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് കയറി ഒരുത്തിനും എല്ലാത്തിനും നന്നാക്കുന്ന ഒരു ഇതുണ്ട്. ഓക്കെ, സോ ആ ഒരു മൈൻഡ് സെറ്റും ഉണ്ട്. ഓക്കെ, ഇപ്പം റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സെറ്റിൽ കയറിയിട്ട് റിച്ച് അല്ലാത്തവൻ റിച്ച് ആവുന്നതുണ്ട്. ഓക്കെ, സോ പിന്നെ ഈ ഗ്രൂപ്പിൽ കയറിയിട്ട് റിച്ച് ആവാത്തവനുണ്ട്. ഓക്കെ, കാരണം അത് എല്ലാത്തിനും ഒരു മൈൻഡ് സെറ്റാണ്. ഓക്കെ, ആ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും വെതളത്തരം കാണിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പ് സെറ്റിൽ പോയിട്ട് ഞാനും വെതളത്തരം കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യം, മനസ്സിലായി. അതൊക്കെ ഇൻഫ്ലുവൻസ് ആയ സാധനമാണ്. മനസ്സിലായി, ഈ ലോകത്ത് നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യണം. ഒരു മാഗ്നറ്റ് ആണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടേ, അത് മനസ്സിലാക്കണം. ഇപ്പോൾ എങ്ങനെ നോക്കിയാൽ നമ്മൾ ഇൻഫ്ലുവൻസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗേൾസിൻ്റെ കാര്യം നോക്കിയാലും ബോയ്സിൻ്റെ കാര്യം നോക്കിയാലും എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു ബോയ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ MDM അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ അതൊരു ഇൻഫ്ലുവൻസ് ആണ്, മനസ്സിലായി. ഇപ്പോൾ ഗേൾസിൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫ്ലുവൻസ് ആണ്, മനസ്സിലായി. കാരണം ഓൾറെഡി അവരങ്ങനെയായി, മനസ്സിലായില്ലേ. ആ ഒരു മെജോറിറ്റി ടീംസ് അങ്ങനെയായി. എന്നിട്ട് ബാക്കിയുള്ളവരെയും കൂടെ അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞാണ് കുറേ ടൈപ്സ് ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ കുറേ ടൈപ്സ് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ എനിക്ക് കാണാൻ കഴിയും, മനസ്സിലായില്ലേ. ഇപ്പോൾ ഗേൾസിൻ്റെ കാര്യത്തിൽ തന്നെ ഈ ഡ്രസ്സിങ് സെൻസ് അങ്ങനെ ഇങ്ങനെ ഇടുന്നൊക്കെ പറഞ്ഞ ടൈപ്സ് ആൾക്കാരുണ്ട്. കാരണം അവരും അങ്ങനെയായി, മനസ്സിലായി. അപ്പോൾ ബാക്കിയുള്ളവരെ അങ്ങനെ ആക്കണമെന്നുള്ള ചിന്താഗതിയിലുള്ളവർക്കുണ്ട്, മനസ്സിലായില്ലേ. സോ എന്ത് ചെയ്താലും നിങ്ങൾ യൂണിക് ആവായിരിക്കും. ഓക്കെ, യൂണിക് എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് ആവാം. ഓക്കെ, ഡിഫറൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടൈപ്സ് ആൾക്കാരിലൂടെ നിന്ന് നമ്മൾ വ്യത്യസ്തരാവണേ. അല്ലാതെ വെറുതെ നമ്മളിപ്പോൾ MDM ഓടിച്ച് ഇങ്ങനെ ടൈപ്സ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എന്തൊരു ക്വാളിറ്റി ഇട്ടാൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഗേൾസിനെ സംബന്ധിച്ച് ആ ഒരു ടൈപ്സ് മെൻറ്റാലിറ്റി ഉള്ളൂ. ഓക്കെ, സോ പിന്നെ ഇതിൽ ഗേൾസിനെ വലിച്ചെടുത്താൽ ആക്കിയിരിക്കുന്നില്ല. ഓക്കെ, കാരണം അവർ എല്ലാ ഗേൾസിനും അറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അവർക്കറിയാം. കാരണം അവർക്ക് അതിനുള്ള മെച്ചൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പം നിൻ്റെ തീരുമാനമാണ്. ഇപ്പം നീ ഒരു ചൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് നീയിപ്പോൾ ഒരു റോങ് ഫ്രണ്ട്ഷിപ്പിലോട്ട് പോയാൽ ഞാൻ അതേപോലെ ആവുമെങ്കിൽ നീ അത് അങ്ങോട്ട് പോകില്ല, മനസ്സിലായില്ല. അത് നീ മനസ്സിലാക്കണം. അല്ലാതെ അവിടെ കയറി ചിന്തിട്ട് കൊടുത്തിട്ട് അവസാനം നീ അതേപോലെ ആയിട്ട് അവസാനം ഭയങ്കര പ്രശ്നങ്ങളാണ്. ഓക്കെ, സോ അതുകൊണ്ട് നീ ചൂസ് ചെയ്യണ്ടേ, നിൻ്റെ ചൂസാണല്ല, മനസ്സിലായില്ലേ. ഇപ്പോൾ പിന്നെ ഇൻഫ്ലുവൻസ് സാധനമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ഗ്യാങ്ങിലോട് സെറ്റ് ചെയ്തിട്ട് അവസാനം നമ്മൾ അങ്ങനെ ആക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന കുറേ ടൈപ്സ് വീരന്മാരുണ്ട്. ഓക്കെ, കാരണം നീ ഇപ്പോൾ കഞ്ചാവ് അടിയിടാന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ടീംസുണ്ട്, നിർബന്ധിക്കാത്ത ടീംസുണ്ട്. എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ടൈപ്സ് ആൾക്കാരുണ്ട്. ഓക്കെ, സോ നമ്മൾ ചൂസ് ചെയ്യണം, നമ്മുടെ ചൂസാണ് അവിടെ. ഓക്കെ, സോ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് തന്നെ വെക്കണം. ഓക്കെ, അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ലടി, മനസ്സിലായി. ഇപ്പം പിന്നെ നമ്മൾ കാരണം നമ്മുടെ ഫാമിലി കഴിയുന്നുണ്ട്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവസാനം നമ്മൾ ഇൻ്റർനാഷണൽ കഴപ്പുണ്ട്, നാഷണൽ എന്നല്ല ഇൻ്റർനാഷണൽ കഴപ്പുണ്ട്, അവസാനം അവർ കഴിയേണ്ട ഒരു അവസ്ഥ വരും, മനസ്സിലായി. സോ ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാക്കുക. കാരണം അവരെല്ലാം നമ്മൾ ഉണ്ടാക്കി ഇട്ടേക്കണം. ഓക്കെ, സോ അവർക്ക് കുറച്ചൊക്കെ റെസ്പെക്റ്റ് കൊടുക്കണം. ഓക്കെ, അവർ പറഞ്ഞ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ട്സും ലവറും പറഞ്ഞാൽ മാത്രമല്ല അവർ പറഞ്ഞാലും കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഒരു റെസ്പെക്റ്റ് പൂർവ്വം ചെയ്യാൻ നോക്കും. ഓക്കെ, ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് കേസ് ഈ ഒരു ഗേളിൻ്റെ ഒരു ആക്ട്രസിൻ്റെ ആ ഒരു ക്യാരക്ടർ. ഓക്കെ, കാരണം വെച്ചാൽ പുള്ളിക്കാരത്തിൽ ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ലവറുണ്ട്. ഓക്കെ, ഇപ്പോൾ വെളിയിൽ നിന്ന് കുറേ എണ്ണം വരും. ഇപ്പോൾ നമ്മൾ ഇത് കണ്ട്
എടി നീ ഇങ്ങനെ വാ അങ്ങനെ വാന്ന് പറഞ്ഞ കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. ഓക്കെ, സോ ബട്ട് ഇവരെ സംബന്ധിച്ച് ഇവർ അത് റൂഡായിരിക്കും മനസ്സിലായി. കാരണം ഇല്ല എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ ടൈപ്സ് ഓഫ് ഗേൾസ് ഉണ്ട്. ഓക്കെ, സോ നമുക്കിപ്പോൾ സിഗ്മ എന്നൊക്കെ പറയാമല്ലോ, ആ ടൈപ്സ് ക്യാരക്ടറുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, സോ അവർ ഫുള്ളി ഒന്നിൽ ഫോക്കസ്ഡ് ആയിരുന്ന അവർ ഒന്നിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഐ ലൈക്ക് ദാറ്റ് ക്യാരക്ടർ. പിന്നെ അതുമല്ല ഈ ഒരു മണവാളം മെസ്സിൻ പുള്ളിക്കാരത്തിന് സ്റ്റോക്ക് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം ഇപ്പോൾ പുള്ളിക്കാരനെ ഒരു പുള്ളിക്കാർക്ക് അറിയാമായിരുന്നു പുള്ളിക്കാരൻ ഇതുണ്ടായിരുന്നു. ബട്ട് പുള്ളിക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്ത കാരണം എന്താണ്, പുള്ളിക്കാരൻ അടിച്ച് പൊളിച്ച് നടക്കുന്ന കുറേ ടൈപ്സ് ആൾക്കാർ, ഒരു തല്ലിപ്പൊളി ടീംസാണ്. ഓക്കെ, അതുകൊണ്ട് പുള്ളിക്കാരത്തി അറിയാം ഇവരോടെ ജീവിച്ചാൽ പണി കിട്ടുന്നത്. ബട്ട് പുള്ളിക്കാരൻ പോയിട്ട് വന്നതിന് ശേഷം പുള്ളിക്കാരൻ ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ചാണ് കണ്ട് അവൾ അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ബട്ട് അതാണ് കേസ്, മോസ്റ്റ് ഓഫ് ദി ഗേൾസ് അങ്ങനെ ആയിരിക്കും. ഇപ്പോഴാണ് ഒരു കാന്താരികളുടെ ആ ഒരു പ്രസൻസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ കാന്താരികൾ എന്നൊക്കെ പറയുമ്പോൾ ഈ കുറേ കഴപ്പന്മാർ വന്നിട്ട് ഇങ്ങനെ കഴപ്പത്തരം കാണിക്കുമ്പോൾ മാസമാണെന്ന് പറഞ്ഞ കുറേ ടീംസ് ഉണ്ട്. പിന്നെ അവസാനം ജീവിതകാലം മുഴുവൻ അത് കിടന്ന് സഹിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഓക്കെ, ഇവന്മാരെ ഈ കാണിക്കുന്നത് വലിയ ഷോ ആണെന്ന് കാണിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഓക്കെ, സോ അത് കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചില ചേച്ചിമാർ. അപ്പോൾ ഇവിടെ വെച്ച് ഈ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, പുള്ളിക്കാരത്തേക്ക് ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനത്തിൽ ഉറച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ നല്ലവനാണോ എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, സോ ഐ ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് കേസ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്, മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ഗേൾസും റോങ് വേയിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലായി? എന്ത് ചൂസ് ചെയ്യുന്ന പോലെ അവർക്ക് ചൂസ് ചെയ്യാൻ പോലും അറിയാത്ത കുറേ ടൈപ്സ് ഗേൾസ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ അവിടെ വെച്ചത് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആയ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, സോ പുള്ളിക്കാരത്തേക്ക് റൂഡ് ആയാലും പുള്ളിക്കാരത്തേക്ക് ഒരു മൈൻഡ് ഉണ്ട്. സോ നയൻറ്റീസ് കിട്ടുന്ന ഭയങ്കര കുഴപ്പമൊരു ആൾക്കാരാണ്. കാരണം അത് അവരൊരു മാനേഴ്സിലുണ്ട്, അവർ ഇപ്പോഴും തല്ലുകൊള്ളണം, അടിക്കണം പിടിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. നിങ്ങളിങ്ങനെ സടിക്കും പിടിക്കും പോയാൽ അവസാനം സസിയാവും, ഫ്യൂച്ചർ സസിയായിരിക്കും. ആ സസിയാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഓക്കെ, ശ്രമിച്ചുകൊണ്ടിരിക്കും. കൺക്ലൂഷൻ ദാറ്റ് ലൈക്ക് ഇറ്റ്സ് ഫുൾ ലൈക്ക് ദിസ് ഫോർ ഷെയർ. സോ എനിക്ക് തന്നെ ഇഷ്ടമാണ്. സോറി ഓക്കെ.